എല്ലാവർക്കും നമസ്കാരം. ജോസ്മി ആട്ടോ. നമ്മുടെ കുഞ്ഞുമക്കളുടെ ബ്രസ്റ്റ് ഫീഡിങ് എങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ അവരെ വേദനിപ്പിക്കാതെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളത് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ ഹൗ ഐ സ്റ്റോപ്പ് മൈ ബ്രസ്റ്റ് ഫീഡിങ് എന്നുള്ളതാട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക്. ഓക്കെ, ഇത് എനിക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ആൾക്കാർ, കുറേ പെൺകുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴാണ് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്തോ, എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്തത്, എളുപ്പത്തിൽ എന്തെങ്കിലും വഴിയുണ്ടോ, പലതും ട്രൈ ചെയ്തു, ഒന്നും സക്സസ് ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നേ. യൂട്യൂബിൽ 1-2 കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഏതായാലും ഞാൻ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ ചെയ്യാൻ പോവുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻ്റെ സമയത്ത് ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട മെത്തേഡ്സും കാര്യങ്ങളെ പറ്റി വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നിട്ടില്ല, അവനായിട്ട് തന്നെ നിർത്തുകയാണ് ചെയ്തത്. പക്ഷേ ജോട്ടിൻ്റെ സമയത്ത് ഞാൻ നിർബന്ധിതയായി അവൻ്റെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. പക്ഷേ 1.25 വയസ്സ് വരെ ഞാൻ ഫീഡ് ചെയ്തു കേട്ടോ. 1.25 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കുമാണ് നമ്മുടെ എൻ്റെതായ സാഹചര്യങ്ങളും ഉണ്ട്. എനിക്ക് അവനെ കുറച്ച് ദിവസം എൻ്റെ അടുത്ത് മാറ്റി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു. അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ഓക്കെ, ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലോട് ഞാൻ എത്തി. അപ്പോൾ നമുക്ക് പല ടെക്നിക്കുകളും നമ്മൾ ട്രൈ ചെയ്യുമല്ലോ. ഒരുപാട് ടെക്നിക്കുകൾ ട്രൈ ചെയ്തു, ഒന്നിലും ഞാൻ ഫലം കണ്ടില്ല. ലാസ്റ്റ് എൻ്റെ ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്ന ഒരു ടിപ്പ്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ചെയ്ത ഒരു കാര്യം പറഞ്ഞു തന്നപ്പോഴാണ് എൻ്റെ കാര്യം സക്സസ് ആയത്. അത് ഞാൻ ചെയ്തപ്പം ബാക്കി എല്ലാ ടിപ്പുകളും എന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ തന്നെ അക്സെപ്റ്റ് ചെയ്ത് സംഭവം വേഗത്തിൽ നമുക്കങ്ങ് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മിക്കവാറും നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം. ഇനി അറിയില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്കാം. നമ്മൾ പല മെത്തേഡും ട്രൈ ചെയ്തിട്ട് ഇതും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. സക്സസ് ആയാൽ രക്ഷപ്പെട്ടില്ലേ? എൻ്റെ കാര്യത്തിൽ ഇതാണ് സക്സസ് ആയത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. വേഗം വീഡിയോ പോകുന്നത് നിങ്ങൾ ആരെങ്കിലും തരുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആ ഒരു ഈസി ടിപ്പ് ഏതാണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ പലരും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എത്ര വയസ്സ് വരെയാണ് കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എത്ര വയസ്സ് വരെ ചെയ്തു എന്നൊക്കെയുള്ളത്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. 1.25 വയസ്സ് വരെയാണ് ഞാൻ 2 പേരെ ഞാൻ ഫീഡ് ചെയ്തത്. 1.25 വയസ്സ് വരെ, 2 വയസ്സ് വരെ ആരെയും ഞാൻ തികച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ നോർമലി നമ്മുടെ കേരളത്തിൽ ഒരു ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞു തരുന്നതും, ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും എഴുതി വെച്ചിരിക്കുന്നത് 2 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ മുലയൂട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബ്രോഷർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരു പേപ്പർ ഒട്ടിച്ച് വെച്ചിരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ഇവിടെ സർവ്വസാധാരണമായി ചെയ്യുന്ന രീതി 2 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറയും ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. നമ്മുടെ സിറ്റുവേഷൻ, ഇപ്പം എനിക്ക് 2 വയസ്സ് വരെ ചെയ്യാമായിരുന്നു, പക്ഷേ എൻ്റെ സിറ്റുവേഷൻ അതിനെ അനുവദിച്ചില്ല. അതുകൊണ്ട് ഒരു 1.25 ആയപ്പോഴത്തേക്കും ഞാൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. ചിലർക്ക് 2-3 കുഞ്ഞുങ്ങളുണ്ടായി 2-3 മാസം ആകുമ്പോൾ അവർക്ക് ജോലി സംബന്ധമായി പുറത്തോട്ടൊക്കെ പോകേണ്ട വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ സിറ്റുവേഷൻ അങ്ങനെ നിർത്തേണ്ടവരുണ്ടാവും. പക്ഷേ പൊതുവെ 2 വയസ്സ് വരെ ഫീഡ് ചെയ്യാനാണ് എല്ലാവരും പറയുന്നത്. ഈ അബ്രോഡോട്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 വയസ്സ് വരെയൊക്കെ എല്ലാവരും ഫീഡ് ചെയ്യത്തുള്ളൂ. അവർക്കൊക്കെ നമ്മൾ 2 വയസ്സ് വരെയൊക്കെ ഫീഡ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര അതിശയമാണ്. അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, ഇന്ത്യൻസ് അല്ല, ഓക്കെ, അവർ പാകിസ്ഥാൻ അങ്ങനെ പല രാജ്യത്തു നിന്നുള്ളവരുണ്ട്. അപ്പോൾ അവർ 1 വയസ്സ് വരെ, അവർ അത് കഴിഞ്ഞിട്ടുള്ള മിൽക്കിന് വെള്ളത്തിൻ്റെ ഗുണമേ ഉള്ളൂ എന്നാണ് അവരുടെ ഡോക്ടേഴ്സ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ 1 വയസ്സ് വരെ, പിന്നെ അവർ നോർമൽ ഫുഡ് കൊടുത്തിട്ടാണ് അവർ പോകുന്നത് കേട്ടോ. എനിക്കറിയത്തില്ല, അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, അവർ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ മലയാളികൾ ഇങ്ങനെയാണല്ലോ, 2 വയസ്സ് വരെ, പിന്നെ 3 വയസ്സ് വരെ കൊടുക്കുന്നവരുണ്ട്, 4 വയസ്സ് വരെ കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, അത്രേ പറയുള്ളൂ. പക്ഷെ കോമൺ ആയിട്ട് പറയുന്നത് 2 വയസ്സ് വരെ കൊടുക്കാന്നുള്ളത്. ഞാൻ 1.25 വയസ്സായപ്പോഴത്തേക്കും ഒരാൾ സ്വന്തമായിട്ട് സ്റ്റോപ്പ് ചെയ്തു, ജോഡിൻ്റെ സമയത്ത് ഞാനായിട്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നിങ്ങളിപ്പോൾ മനസ്സിൽ ചിന്തിക്കുക, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ക്ഷമ നശിക്കുന്നു എന്ന് ഞാൻ നിങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വേഗം തന്നെ കാര്യത്തിലൂടെ കിടക്കാം. എന്നെ ഹെൽപ്പ് ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ആ ഒരു ഈസി ടിപ്പ് എന്ന് പറയുന്നത് ഇതാണ്. 2 സാധനങ്ങൾ. 1 കോട്ടൺ, നമ്മൾ പഞ്ഞി എന്ന് പറയും. 2 സെലോ ടേപ്പ്. ഇത് ഡബിൾ സൈഡ് സെലോ ടേപ്പാണ്. ഡബിൾ സൈഡ് സെലോ ടേപ്പ് നമുക്ക് വേണ്ട, നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സെലോ ടേപ്പ്. അപ്പോൾ ഇത് മിക്കവർക്കും ഓടിയിട്ടുണ്ടാവും എന്താണ് സംഭവം എന്നുള്ളത്. എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം. എൻ്റെ കാര്യത്തിൽ തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള എല്ലാ പരിപാടികളും ഞാൻ ട്രൈ ചെയ്തു. നമ്മുടെ ചെന്നിനായകം, അതുപോലെ തന്നെ വാളംപുളി, പാവയ്ക്കയുടെ നീര്, ഇതെല്ലാം ഞാൻ ട്രൈ ചെയ്തു. പക്ഷേ ഇതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിക്കും. ഞാൻ ആദ്യമായിട്ട് വാളംപുളിയാണ് എൻ്റെ കാര്യത്തിൽ ട്രൈ ചെയ്തത്. ഒന്ന് ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കാര്യത്തോട്ട് പോകട്ടോ. വാളംപുളിയാണ് ഞാൻ എൻ്റെ കാര്യത്തിൽ ട്രൈ ചെയ്തത് കേട്ടോ. അന്ന് ജോഡിൻ കരഞ്ഞ ഒരു കരച്ചിലുണ്ട്, അതിപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുവാണ്. ഒരമ്മയ്ക്ക് താങ്ങാൻ പറ്റില്ല അത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്രസ്റ്റ് ഫീഡിങ് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യേണ്ട വന്നിട്ടുള്ള അമ്മമാരെ സത്യം പറഞ്ഞാൽ ഞാൻ നമിക്കുവാണ്. വലിയൊരു ഹാറ്റ്സ് ഓഫ്. നിങ്ങളുടെ ആ ഒരു മാനസിക സംഘർഷം എന്തായിരുന്നു എന്നുള്ളത് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അത്രയ്ക്കും ജോഡിൻ കരഞ്ഞ് അവൻ ആവശ്യമുള്ള, അല്ല അവൻ അവകാശപ്പെട്ട എന്തോ ഒരു സംഭവം ഞാൻ അങ്ങ് നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലെവലിൽ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ ബ്രസ്റ്റ് ഫീഡിങ് ഞാൻ സ്റ്റോപ്പ് ചെയ്യില്ല, അവനായിട്ട് സ്റ്റോപ്പ് ചെയ്യട്ടെ എന്നുള്ളത്. പക്ഷേ പിന്നെയും ഞാൻ നിർബന്ധിതയായി. അങ്ങനെയാണ് ഞാൻ പല മെത്തേഡ് മാറി നോക്കിയത്. കാണുന്നവരോടൊക്കെ ഞാൻ ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് ചോദിക്കാൻ. അങ്ങനെയാണ് എനിക്കൊരു ടിപ്പ് കിട്ടിയത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നാണേ.
ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് പാവയ്ക്കാന്നീര് ട്രൈ ചെയ്തു. വാളംപുളിയുടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കാരണം കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുകയാണ്, അവർക്ക് വായിക്ക് പറ്റാത്ത ഒരു സംഭവം അവരുടെ വായിലോട്ട് കൊടുക്കുന്നു, അവരൊക്കെ അത് ഭയങ്കര പെയിൻഫുൾ ആണ് അത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചെന്നിനായകം അത് അതിനപ്പുറം. പിന്നെ വാളംപുളി ഞാൻ പിന്നെ ട്രൈ ചെയ്യാൻ നിന്നിട്ടില്ല, കാരണം എൻ്റെ കുഞ്ഞിനെ വേദനിപ്പിച്ച ഒരു സാധനമാണ് അതെന്ന് എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞാൻ അത് ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ ചെന്നിനായകം ഞാൻ തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് അവൻ കുറച്ച് നേരം കുടിച്ച് അവൻ തന്നെ പിന്നെ കുടിക്കാൻ തുടങ്ങി. അവനത് അത്ര വലിയ പഴയ പോലെ ചെന്നിനായകം അങ്ങനെ ഏൽക്കുന്നില്ല. പാവയ്ക്കാന്നീരാണെങ്കിൽ തന്നെ ആദ്യം ഒന്ന് വായി കൊണ്ടിട്ട് 2 തുപ്പൊക്കെ തുപ്പിയെങ്കിലും പിന്നെ അവൻ കുടിക്കാൻ വരിക ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിലും എനിക്ക് അത്ര വലിയ ഞാൻ ഒന്നും സക്സസും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ സക്സസ് ആയത് ഈ കാര്യങ്ങളാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നിപ്പിളിനെ അങ്ങോട്ടേക്ക് പൊതിഞ്ഞ് വെക്കുകയാണ്. എങ്ങനെ? നമ്മുടെ നിപ്പിളിനെ ഒരു പഞ്ഞി എടുക്കുക, ഒരു പഞ്ഞിയോ അല്ലെങ്കിൽ നിങ്ങളൊരു തുണിയോ എന്തെങ്കിലും എടുത്ത് വെച്ചാൽ മതി. അതിപ്പം നമ്മുടെ നിപ്പിളിൻ്റെ പുറത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ ഒട്ടിച്ച് വെക്കുക. അതായത് ഇതൊരു മുറിവാണെന്നാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അയ്യോ മുറിവാണ് വാവുവാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മക്കൾക്ക് മനസ്സിലാവില്ല. ഇതിനുള്ള ട്രെയിനിങ് ഞാൻ ഒരാഴ്ച മുമ്പേ ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നിങ്ങൾ കേട്ടോ. അതായത് ഞാൻ ഒരാഴ്ച മുമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊക്കെ ഞാൻ എവിടെയെങ്കിലും ഞാൻ ഈ പഞ്ഞിയുടെ ഒരു ചെറിയ കഷ്ണം വെച്ചിട്ട് ഞാൻ സെല്ലോ ടേപ്പ് വെച്ച് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ ജോർജിനോട് ഞാൻ പറയും അമ്മയുടെ കൈക്ക് വാവുക. ഭയങ്കര അഭിനയം കേട്ടോ, ഞാൻ അഭിനയിക്കാൻ ഭയങ്കര പിടിക്കുക. അപ്പോൾ ഞാനിങ്ങനെ തൊട്ടിട്ട് ഞാൻ പറയും അയ്യോ അമ്മയ്ക്ക് വേദനയാണ് വാവുക എന്നൊക്കെ പറയും. അപ്പോൾ അവന് മനസ്സിലായി ഇതെന്തോ സംഭവം, അല്ലെങ്കിൽ മുറിവും കാര്യങ്ങളൊന്നും പിള്ളേരെ അങ്ങനെ അധികം കാണുന്നില്ലല്ലോ, അവർക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ലോ. അപ്പോൾ ഞാനിത് വാവുവാണ് മുറിവാണ് എന്നൊക്കെ ഉള്ളത് അവന് പറഞ്ഞു. അപ്പോൾ അവൻ തന്നെ ഇടയ്ക്ക് വന്നോടും അമ്മയ്ക്ക് അമ്മ വാവ് ഇങ്ങനെ അവൻ പറയുമായിരുന്നു. അപ്പോൾ എന്തോ ദൈവം സഹായിച്ച ആ ഒരു സമയത്താണ് ജോൻ്റെ കാലിൻ്റെ മുട്ടൊന്ന് പൊട്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് സ്റ്റിച്ച് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ബാൻഡേജ് ആയിട്ട് വെക്കുമല്ലോ, പ്ലാസ്റ്റർ ഇട്ട് വെക്കുമല്ലോ. അത് അവൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനത് അവിടെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജോഡിന് ആ സംഭവം കണ്ടു. കാരണം അവൻ്റെ മുട്ട് മുറിഞ്ഞതും ജോഡ് കണ്ടായിരുന്നു, ചോര വരുന്നതും കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ കാലിങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പം അവൻ തന്നെ ജോനോട് ഞാൻ പറഞ്ഞു, നീ അവനോട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും വാവുക എന്ന് പറഞ്ഞു കൊടുക്കാം. ഞങ്ങൾ ഈ മുറിവിനും അസുഖത്തിനൊക്കെയാണ് ഈ വാവു എന്ന് പറയുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ഇത് ഒട്ടിച്ചു വെച്ചു. അപ്പം ഈ ജോഡിനോട് പറയാൻ തുടങ്ങി ചേട്ടായിക്ക് വാവുക വേദനയാന്ന് പറയാൻ തുടങ്ങി. അപ്പോൾ ജോഡും ഇങ്ങനെ ഭയങ്കര സഹതാപത്തിൽ വന്നിരുന്നിട്ട് പറയും ചേട്ടായി വാവു എന്ന് പറഞ്ഞ് ഇടയ്ക്ക് തൊട്ടൊക്കെ നോക്കും. അപ്പോൾ അവന് അത് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരു എൻ്റെ കാലിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ഒട്ടിച്ചു വെച്ചിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ കാല് വാവു എന്നൊക്കെ പറഞ്ഞ് വെച്ചു. ഓക്കെ, ഒരാഴ്ച കുഞ്ഞിൻ്റെ ഉള്ളിലോട്ട് ഞാൻ മനസ്സിലാക്കിച്ചു കൊടുക്കുവാണ് ഇങ്ങനെ കാണിക്കുന്ന സംഭവം വാവുവാണ്, തൊട്ട വേദന എടുക്കും എന്നുള്ളത് കുഞ്ഞിനെ അങ്ങ് മനസ്സിലാക്കിച്ചു കൊടുക്കും. മനസ്സിലാക്കുന്ന പ്രായമാണല്ലോ, നമുക്ക് വയസ്സെന്നൊക്കെ പറയുമ്പം മനസ്സിലാവുമല്ലോ, നന്നായിട്ട് മനസ്സിലാവുമല്ലോ. പിന്നെ ഞാൻ എൻ്റെ കാര്യത്തോട്ട് അപ്ലൈ ചെയ്തു. ഒരു ദിവസം പകൽ സമയത്ത് ഞാൻ നിപ്പിളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ പഞ്ഞി വെച്ച് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചിട്ട് ഇവൻ കുടിക്കാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് തുടങ്ങുന്ന സമയത്ത് ഇവൻ കാണുന്നത് എന്തെന്നാ അവിടെ ഇല്ല വാവുവാണ്. അപ്പോൾ ഇവൻ തന്നെ എന്നോട് പറഞ്ഞു വാവ് എന്നാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വാവ്. എന്നിട്ട് ഇവനിങ്ങനെ തൊട്ടിട്ട് ഇവൻ തൊടാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ എന്ന് ഞാനങ്ങ് വിളിച്ചു. ഭയങ്കര അഭിനയമാണല്ലോ, നമ്മൾ ഭയങ്കര അഭിനയിക്കാറല്ലേ. അപ്പം അവനങ്ങനെ തൊട്ടപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് വാവുക എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കടന്നിട്ട് അവൻ തന്നെ തിരിഞ്ഞ് കടന്ന് ഉറങ്ങി, പകൽ സമയത്ത് ഉറങ്ങി. ഓക്കെ, അപ്പോൾ ഞാനതോ ഇത് സംഭവം വളരെ എളുപ്പമാണല്ലോ, കുഴപ്പമില്ല എന്നൊക്കെ ഓർത്തു. എന്നാലും പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും കുറച്ച് നമുക്ക് വെല്ലുവിളികളുണ്ടായിരുന്നു. അതായത് രാത്രി എന്ന് പറയുമ്പോൾ ഒരു ഉറക്കിപ്പിച്ചേല, പകൽ സമയത്ത് ബോധം ഉണ്ടെന്നെങ്കിലും ഓർക്കാം. രാത്രി സമയത്ത് ഉറക്കിപ്പിച്ചേലായതുകൊണ്ട് കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഇവർ കുറച്ചധികം കരയും. ഫസ്റ്റ് ഡേ ഇവൻ നന്നായിട്ട് കരഞ്ഞു. പക്ഷേ ഞാൻ സാധനം അവിടെ ഒട്ടിച്ച് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവൻ കുടിക്കാൻ വരുന്നു, അപ്പോൾ കിട്ടുന്നില്ല, നമുക്ക് കരഞ്ഞ് ബഹളം വെച്ചു. അപ്പോൾ ഞാനിങ്ങനെ തോളെ എടുത്തിട്ടുള്ളതൊക്കെ ഞാൻ നടന്നു. അപ്പോൾ ഇവനിങ്ങനെ കുടിക്കണം എന്നുള്ള കാര്യം ഇവൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വാവു അമ്മയ്ക്ക് വാവു എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇവനും പറയുന്നത് അമ്മയ്ക്ക് വാവു എന്നും പറഞ്ഞിട്ട് എനിക്കൊരു ഉമ്മയൊക്കെ തന്നിട്ട് അവൻ പിന്നെയും തോളെ കിടന്നു. അപ്പോൾ പെട്ടെന്ന് കിട്ടാത്തതിൻ്റെ ഒരു വിഷമാണ് വന്നത് കേട്ടോ അവർക്ക്. അല്ലാണ്ട് നമ്മൾ വേറെ മരുന്നുകൾ ഒഴിച്ച് കൊടുക്കുന്നതിന് വേറെ ടേസ്റ്റ് കൊടുക്കുന്നതിൻ്റെ ഒന്നും അല്ലല്ലോ വരുന്നത്. നെക്സ്റ്റ് ഡേ ആയപ്പോഴത്തേക്കും അപ്പോൾ ഞാൻ ഓർത്തു രാവിലെ ഞാൻ അടുത്തത് മാറ്റി പുതിയതെടുത്ത് ഞാൻ ഒട്ടിച്ചു വെച്ചു. സെയിം കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവന് മനസ്സിലായി സംഭവം വാവുകയാണെന്നുള്ളത് മനസ്സിലായി. ഇവനിങ്ങനെ എന്നെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങി. ഓക്കെ, എനിക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രാത്രിയായപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് ഈ പ്രശ്നങ്ങൾ തന്നെ സംഭവിക്കാം, തലേ ദിവസം അതേ പ്രശ്നങ്ങൾ സംഭവിക്കാമെന്ന് ഓർത്തു. രാത്രി ആയപ്പോഴത്തേക്കും ഇവൻ കുടിക്കാൻ വേണ്ടി കണ്ണ് തുറന്ന് ഉറക്കപ്പിച്ചിലെ ഇടയിൽ കണ്ണ് തുറന്നപ്പോഴത്തേക്കും ഇവൻ കണ്ണ് തുറന്നതേ ഉള്ളൂ, ഒന്ന് കണ്ണ് തുറന്നു. അപ്പം ഇവൻ ആ ഉറക്കത്തിൽ തന്നെ അവൻ പറഞ്ഞു അമ്മ വാവു എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ പിന്നെ തിരിഞ്ഞു കിടന്നുറങ്ങി. അപ്പോൾ അത് പിന്നെ അതോടുകൂടി എനിക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട വന്നിട്ടില്ല. അവൻ തന്നെ അമ്മയ്ക്ക് വാവുവാണ്. നെക്സ്റ്റ് ഡേ പിന്നെ 3-ാമത്തെ ദിവസവും ഞാൻ സംഭവം ഒട്ടിച്ച് വെച്ചു. ഏകദേശം ഒരാഴ്ചയോളം ഞാൻ അങ്ങനെ തന്നെ ഒട്ടിച്ച് വെച്ചു എന്ന് തോന്നുന്നത്. മാറ്റുന്നു പുതിയത് വെക്കുന്നു അങ്ങനെ വെച്ചിട്ട് ഇവന് മനസ്സിലായി അമ്മയ്ക്ക് വാവുവാണ്, ഇനി ഈ സംഭവത്തിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് അവന് മനസ്സിലായി. അപ്പോൾ അവനായിട്ട് തന്നെ അക്സെപ്റ്റ് ചെയ്തു. കാരണം അമ്മയ്ക്ക് വാവുവാണല്ലോ, വാവുവല്ല നമ്മൾ വേദനയാണല്ലോ, അപ്പോൾ നമുക്കത് വേണ്ട കിട്ടൂല എന്നുള്ള ലെവലിൽ കുഞ്ഞുങ്ങൾ
കുഞ്ഞുങ്ങളായി അവരങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ ആ കാര്യത്തിൽ സക്സസ് ആയി. എന്നാൽ ചില മക്കളുടെ കാര്യത്തിൽ ചിലപ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് രാത്രി സമയത്ത്, പകൽ സമയത്ത് നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റും. രാത്രി സമയത്തേക്ക് ചിലപ്പോൾ കാറി വിടാൻ സാധ്യതയുണ്ട്. പക്ഷേ ഒരു 1-2 ദിവസത്തേക്ക്, കാരണം ജോർഡൻ ഫസ്റ്റ് ഡേ അത്യാവശ്യം നല്ല രീതിയിൽ കരഞ്ഞായിരുന്നു. 1-2 ദിവസത്തേക്ക് ആ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ നേരിടുള്ളൂ കേട്ടോ. പക്ഷേ ഇത് പിന്നെ അങ്ങോട്ടേക്ക് നമ്മൾ അവരുടെ കരച്ചിൽ കണ്ട് നമ്മൾ അധികം അലിയാൻ നിൽക്കണ്ട. അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. അത് വാവുകയെന്നുള്ള ലെവലിൽ തന്നെ, മുറിവാന്നുള്ള ലെവലിൽ തന്നെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് റെഡിയായി പൊക്കോളും. കുഞ്ഞുങ്ങളെ വേറെ വിധത്തിൽ വേദനിപ്പിക്കാതെ കുഞ്ഞുങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. പല മെത്തേഡും ട്രൈ ചെയ്യുന്നവരല്ലേ നമ്മൾ പല എവിടെയൊക്കെ എന്തൊക്കെ വഴിയെടുത്ത് അന്വേഷിച്ച് നടക്കാം. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. സക്സസ് ആയവരും, ഇത് ഞാൻ പറയാണ്ട് തന്നെ മുമ്പേ അറിഞ്ഞിട്ട് സക്സസ് ആയവരും വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും പറയുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അത് ഉപകാരപ്പെടും. എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് നേരിടാവുന്ന വേറൊരു പ്രശ്നമാണ് നമ്മുടെ പാല് കെട്ടിക്കിടക്കുക എന്നുള്ളൊരു കുഴപ്പം. അത് നമുക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ പാല് കൂടി നിർത്തി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങൾ കുടിക്കാണ്ട് വരുന്ന പാൽ എന്തായാലും അവിടെ കെട്ടിക്കിടക്കും. സോ നമ്മളത് എക്സ്പ്രസ് ചെയ്ത് പിഴിഞ്ഞ് നമ്മൾ കളയുക. പമ്പ് വെച്ചിട്ടോ നമ്മുടെ കൈ കൊണ്ട് വെച്ചോ എക്സ്പ്രസ് ചെയ്ത് കളയുക. അല്ലെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചൂട് വെള്ളം കൊണ്ട് നമ്മുടെ ബ്രസ്റ്റിന് ചുറ്റും നമ്മളിങ്ങനെ എന്താ പറയുക, വൈപ്പ് ചെയ്ത് കൊടുക്കുക. തുണി ഇങ്ങനെ മുക്കിയിട്ടേ നമ്മളിങ്ങനെ തുടച്ചൊടിച്ച് കൊടുക്കൂലേ, അത് ചെയ്യുക. പാല് കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം പാല് കെട്ടിക്കിടന്നാൽ പിന്നെ നമ്മൾ അതിനപ്പുറം വേദനകൾ സഹിക്കേണ്ടി വരും. ചിലർക്ക് ഇങ്ങനെ കല്ലച്ച് കിടന്ന് ഇങ്ങനെ കീറേണ്ട വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് നമ്മൾ പറയാനുള്ളത്, കുഞ്ഞു കുടി നിർത്തിയില്ലെന്ന് ഓർത്ത് ഫ്രീ ആയിട്ട് നടക്കാൻ നിൽക്കണ്ട. പാല് പിഴിഞ്ഞ് തന്നെ കളയുക. അതുപോലെ നമ്മൾ ചൂടൊക്കെ പിടിച്ചു കൊടുക്കുക, അവിടെ കല്ലയ്ക്കാതിരിക്കാൻ വേണ്ടി. ഇനി കല്ലച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചൂടൊന്ന് പിടിച്ചു കൊടുത്താൽ മതി. കല്ലപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറിക്കോടും കേട്ടോ. പിന്നെ വെള്ളം കൂടി ഒരു 2-3 ദിവസത്തേക്ക് നിങ്ങൾ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് മിൽക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കുറയും, അതിൻ്റെ വോളിയം കുറഞ്ഞോളും. ഞാനും അങ്ങനെയാണ് ചെയ്തിട്ട്. ഞാൻ ആ ഒരു ബ്രസ്റ്റ് ഫീഡ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ഞാൻ വെള്ളം കൂടി കുറച്ചു. സാധാരണ കുടിക്കുന്നതിൻ്റെ പകുതിയിലോട്ട് ഞാൻ ആക്കി. അപ്പോൾ തന്നെ പാല് കുറച്ച് കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ പാല് കെട്ടിക്കിടക്കാൻ ആരും അനുവദിച്ചേക്കരുത്. അത് നമുക്ക് പിന്നത്തേക്ക് ഭയങ്കര വേദനകളും പ്രശ്നങ്ങളൊക്കെ ആയി പോകും കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു ടിപ്പ്, നമ്മുടെ ഈ ഒരു കുഞ്ഞു ടിപ്പ്, ഈ 2 സാധനങ്ങൾ വെച്ച്, വളരെ ചെറിയ പൈസ കിട്ടുന്ന സാധനമാണ്, വലിയ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങളിത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് തീർച്ചയായിട്ടും പറയാൻ മറക്കരുത്. ഓക്കെ, പുതിയൊരു അടിപൊളി വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.